സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. അത് കാരണം കൊണ്ടാണ് ഇത്തിരി പോലത്തെ ഒരു വില പോലും ഏതൊരു മനുഷ്യർക്കും ഇവിടെ നൽകാത്തത്. കാസർഗോഡ് കുമ്പളയിൽ ടോളിന്റെ ഇതിൽ കുടുങ്ങിയിട്ടുള്ള ആംബുലൻസ് ആണ്. ആംബുലൻസ് അവിടെ എത്ര നേരം അവിടെ നിൽക്കുന്നത്. എന്നിട്ട് ആംബുലൻസിനെ കടത്തിവിടാൻ അതിന്റെ ആൾക്കാർക്ക് അവിടെ സാധിക്കാത്തത് കൊണ്ടൊന്നല്ലല്ലോ. എന്താണ് മുഖ്യം? മുഖ്യം ബിഗില എന്നോട് പറഞ്ഞില്ല. മുഖ്യം എന്താണ്? പണം പണം പണം. പണത്തിന് വേണ്ടിയിട്ട് ഏത് ആംബുലൻസ് വന്നാലും ശരി, എത്ര സീരിയസ് ആയിക്കാണ് കിടക്കുന്ന മനുഷ്യനായും ശരി, വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളായാലും തന്നെ ശരി, ഞങ്ങൾക്ക് അടുത്തിവിടെ വിടൂല. ഞങ്ങൾക്ക് പൈസ വേണം. പൈസ തന്നിട്ട് പറഞ്ഞാണ്ട് പോയാൽ മതി. ഒരു തൂറ്റായ കൊണ്ടാടം പിടിച്ചൊരു പോപ്പുലർ ഗവൺമെന്റും അതിന് പറ്റിയൊരു നിയമവും ഈ ഒരു സ്ഥാനത്ത് ഏതെങ്കിലും മന്ത്രിമാരോ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെ കാണുകയെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ആ വണ്ടിയോട് പിടിച്ചിടുവോ? ഒരു 10, 12, 24 വണ്ടി ഉണ്ടാവും. മൊത്തം കടത്തോട് വിടുമല്ലോ. മറ്റുള്ള എല്ലാ വണ്ടിക്കാരും അവിടെ അടച്ചിട്ട് കണ്ട് ഇതൊക്കെ എവിടുത്തെ നിയമമാണോ? രാഷ്ട്രീയ നേതാക്കളായാലും ശരി, ജനങ്ങളായാലും ശരി, ഒക്കെ ഇവിടെ മനുഷ്യന്മാരെ തന്നെയല്ലേ. ഇത് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മാത്രം വേറൊരു സ്ഥാനം, ജനങ്ങൾക്ക് മാത്രം വേറൊരു സ്ഥാനത്ത് എന്ത് കോണാപില നിയമമാണത്? ആ ഒരു മനുഷ്യരെ കൊണ്ടുപോകണം ഹോസ്പിറ്റലിലേക്ക്. ആ ഒരു മനുഷ്യന്റെ ജീവന് ഇത്തിരി പോലും വില നൽകാത്ത ഈ നിയമമൊക്കെ പിന്നെ എന്തിനാണ്? പാരിമാട് ഒരു പോലീസുകാരൻ അവിടെ നിൽക്കുന്നുണ്ട്, നോക്കി കയ്യും കെട്ടിക്കാനാണ് നോക്കി നിൽക്കണേ, കടത്തി വിടാതാ. ഇവരൊക്കെ എന്തോന്ന് മനുഷ്യന്മാരാണത്? എന്തോന്ന് മനുഷ്യന്മാരാണത്? അവിടെ എന്തിനാണ് നിങ്ങളൊക്കെ ചോറ് തിന്നിക്കാണ് ഇവിടെ ജീവിക്കണത്? അറിയാത്തോടെ ഇവിടെ ചോദിക്കണേ. അവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഏതെങ്കിലും വലിയ നേതാക്കന്മാരെ കാണുന്നുണ്ടെങ്കിൽ ഇതേമാതിരി വണ്ടിയോടെ നിൽക്കുവോ? ആംബുലൻസ് ഒന്നും ആവില്ലല്ലോ. ഓല നേതാക്കന്മാരെ വണ്ടി ഇന്നോവ അതേമാതിരി വലിയ വലിയ ആഡംബര വണ്ടികളായിരിക്കും. എന്തെല്ലാം സുരക്ഷകളായിരിക്കും രാഷ്ട്രീയത്തിലേക്ക് വഴി പോകുന്ന ഈ അരപ്പന്മാർക്ക് ഉണ്ടാവില്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഏത് കുണപ്പന്മാരായിക്കോട്ടെ എന്തെല്ലാം ആയിരിക്കും. പോലീസുകാരും കൂടെ മൊത്തം കണ്ടി ഇറങ്ങിയിട്ട് വരും. എല്ലാ വണ്ടികളൊക്കെ കണ്ട് മാറ്റും, ബാക്കിയുള്ള വണ്ടികളൊക്കെ അവിടെ കുടിച്ചിടും. എന്നിട്ട് ഈ ഒരു വണ്ടിയെ മാത്രം കണ്ട് കടത്തി കണ്ട് വിടും. എന്നിട്ട് അതിന്റെ ബാക്കിൽ കുറച്ച് സിംഗിള വണ്ടികൾ അത് വേറെയും വിടും. എന്തോ നിങ്ങൾക്ക് തീട്ടം തിന്നൂടാ? തെണ്ടിയാളെ നിങ്ങൾക്കൊക്കെ തിന്നൂടെ? ഒരു ആംബുലൻസിനാണ് അക്കോലത്തിലെ ബ്ലോക്കിൽ അവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ആ ആംബുലൻസ് അവിടെ കിടന്ന് ആംബുലൻസ് കിടക്കുന്ന ഒരു രോഗിയാണ് മരണപ്പെട്ടു പോയാൽ ആരതിന് സമാധാനം പറയും? ഗവൺമെന്റ് എന്താ പറയലേ? ആരോഗ്യമന്ത്രി എന്തായിരിക്കും? അത് സിസ്റ്റത്തിന് കംപ്ലൈന്റ് ആണ്, അത് ആംബുലൻസിന് കംപ്ലൈന്റ് ആണെന്ന് വന്നുകൊണ്ട് ഇവിടെ പറയും. അതിന് തീരെ തലച്ചോറില്ലാത്ത തീട്ടങ്ങളെ പിടിച്ചിക്കാണ്ടല്ല ഓരോ മന്ത്രിമാരെയൊക്കെയാണ് ഇവിടെ ആക്കിയിട്ടുള്ളത്. ഓരോ തുച്ഛായ പാണ്ടാനം പിടിച്ച നിയമം.